ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്ററിൽ നമ്മളൊരു കറണ്ട് ക്യാരിയും കണ്ടക്ടറുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് എന്തായിട്ട് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായി റിലേറ്റ് ചെയ്ത തിയറീസ്, ദെൻ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിവൈസസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായി. എന്താ മാഗ്നറ്റിക് മെറ്റീരിയൽ? നിങ്ങൾ കുറേ മാഗ്നറ്റിക് മെറ്റീരിയൽ കണ്ടിട്ടുണ്ടാവും. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റീരിയലിനെ, മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനത്തെ മെറ്റീരിയലിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് എന്ത് പറയുന്നത്? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ദെൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചാപ്റ്റർ എടുത്തിരുന്നു, പ്രോബ്ലംസ് ചെയ്തിട്ടില്ല. ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് വളരെ കുറവാണ്. എന്താണ്, തിയറിക്കാണ് ഇമ്പോർട്ടൻ്റ്. കുറേ തിയറി കാണാതെ പഠിക്കാനുണ്ട്. ദെൻ കുറേ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഡെറിവേഷൻസ് വളരെ കുറവാണ്. 3-4 ഡെറിവേഷൻസ് മാത്രമേ എന്തുള്ളൂ ഈ ഒരു ചാപ്റ്ററുള്ളൂ. ഈ ചാപ്റ്ററിൽ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞു. ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് മാഗ്നറ്റ് എങ്ങനെയാണ് ഉണ്ടായത്, ദെൻ ഈ മാഗ്നറ്റിസം എന്ന് പറയുന്ന ബ്രാഞ്ച് എങ്ങനെയാണ് ഉണ്ടായത്, ദെൻ 1-2 തിയറീസ് ഒക്കെ പറയുന്നുണ്ട്. ദെൻ അത് വളരെ കുറച്ച് മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ സെക്കൻഡ് പാർട്ടിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ആദ്യമായിട്ട് പറയുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പറയുന്നത് ടെറസ്ട്രിയൽ മാഗ്നറ്റിസം ആണ്. എന്താ ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? ടെറസ്ട്രിയൽ മാഗ്നറ്റിസം ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with the magnetization of earth and its behavioral property. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. എർത്ത് എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള റീസൺ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. നമ്മളൊരു ബാർ മാഗ്നറ്റ് ഒരു നൂലിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടാൽ അത് നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കും. നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ്? എർത്ത് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ദെൻ എന്ന് നമ്മൾ പഠിച്ചതാണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ മണ്ണിൽ കളിക്കുന്ന സമയത്ത് ഈ മണലിലൊക്കെ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുത്ത തരി അതിൽ വന്ന് അട്രാക്ട് ചെയ്യും. നമ്മൾ അത് പറയാറുണ്ട് മാഗ്നറ്റ് ആണ്. അത് മാഗ്നറ്റ് അല്ല, മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ആ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്തതാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് കുറേ കാലം അതിൽ ആ മാഗ്നറ്റിക് മെറ്റീരിയൽ എർത്തിൽ വെക്കുന്ന സമയത്ത് എർത്തിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്? ആ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ കുറേ കാലം നമ്മളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലാംഗ്വേജ് അറ്റൈൻ ചെയ്യും. നമുക്ക് നമ്മളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ജ്യേഷ്ഠന്മാരോ ദെൻ ചേച്ചിമാരോ ആരെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവർ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ലാംഗ്വേജ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അവർ അവിടുത്തെ ലാംഗ്വേജ് ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറയും. ആ ഇൻഡ്യൂസീവ് പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. എർത്ത് ഒരു മാഗ്നറ്റ് ആണ്. അതിൻ്റെ തൊട്ടടുത്ത ഒരു മെറ്റീരിയൽ വെച്ചത് കൊണ്ട് അതിന് ഏത് പ്രോപ്പർട്ടി? മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യാണ്. ആ ഇൻഡ്യൂസീവ് പ്രോപ്പർട്ടി വരാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് എർത്ത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്, മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എർത്ത് എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആ എർത്തിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെ അറ്റൈൻ ചെയ്തു, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓരോ സ്ഥലത്തും എങ്ങനെയാണ്, അതെന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ദെൻ എന്നതൊക്കെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിലുള്ള ഒരു ബ്രാഞ്ച് ആണെന്ത്? ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താ ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? ടെറസ്ട്രിയൽ മാഗ്നറ്റിസം ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്
which deals with the magnetization of earth and its behavioral property. ഒന്നും കൂടി പറയാം. Terrestrial magnetism is the branch of physics which deals with the magnetization of earth and its behavioral property. അതായത് terrestrial magnetism is the branch of physics which deals with the magnetization of earth and its behavioral property then behavioral property എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, then അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ എന്താ ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ? എന്താ ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? ടെറസ്ട്രിയൽ മാഗ്നറ്റിസം ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with the magnetization of earth and its behavioral property. രണ്ടാമതായി പറയുന്നത് magnetic field strength at the surface of earth magnetic field strength at the surface of earth എന്ന് പറയുന്നത് 0.35 goes or 0.35 into 10⁻⁻⁴ ടെസ്ല എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് 0.35 ഗോസ് അല്ല. സത്യത്തിൽ അത് വേരി ചെയ്യുന്നുണ്ട്. പോളിൽ കൂടുതലും ഇക്വേറ്ററിൽ കുറവാണ്. then that varies from 0.24 to 0.64 ഗോസ്. 0.24 ഗോസ് മുതൽ 0.64 ഗോസ് വരെ അത് വേരി ചെയ്യും. നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ് എടുത്തേക്കുന്നത് 0.35 ഗോസ് എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 0.35 ഗോസിന് പകരം 0.4 ഗോസ് എടുത്ത് കണ്ടിട്ടുണ്ട്, 0.5 ഗോസ് എടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലാരും എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ദാറ്റ് വേരി ഫ്രം 0.24 ഗോസ് ടു 0.64 ഗോസ്. അത് മുതൽ അതുവരെ വേരി ചെയ്യും. പ്ലേസ് അതായത് ഇക്വേറ്റർ ടു പോളിലേക്ക് പോകും തോറും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടി വരും. സോ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് ഈസ് 0.35 ഗോസ് അല്ലെങ്കിൽ 0.35 into 10⁻⁻⁴ ടെസ്ല. അടുത്തത് പറയുന്നത് തിയറീസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത്. എർത്ത് മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കുറേ തിയറീസ് ഉണ്ട്. ടെക്സ്റ്റിലും കുറേ ഒരു 2-3 തിയറീസ് പറയും. ഞാൻ 3 പറയുന്നുള്ളൂ, 3 ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ തിയറി എന്ന് പറയുന്നത് എവറി മെറ്റീരിയൽ ഇൻ ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. എർത്തിലുള്ള എല്ലാ മെറ്റീരിയലും ചാർജ്ഡ് പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ മെറ്റീരിയലും ബേസിക് ആയിട്ട് ആറ്റം ആണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനം. ആറ്റത്തെ ഡിവൈഡ് ചെയ്താൽ നമ്മൾ വീണ്ടും പോസിറ്റീവും നെഗറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെയാണ് കിട്ടുക. സോ അപ്പൊ നമുക്ക് എന്ത് പറയാം? എവറി മെറ്റീരിയൽ ഇൻ ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. എല്ലാ മെറ്റീരിയലും ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റം കൊണ്ടാണ്, അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ കൊണ്ടാണ്. സോ when എർത്ത് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്താ എർത്ത് റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. അതിൻ്റെ സ്വന്തം അച്ചു തണ്ടിൽ 24 മണിക്കൂർ കൊണ്ട് കറങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചതാ. when എർത്ത് റൊട്ടേറ്റ്സ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓൾസോ റൊട്ടേറ്റ്. എർത്തിലുള്ള എല്ലാ മെറ്റീരിയലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ചാർജ്ഡ് പാർട്ടിക്കിളും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാർജ് മൂവ് ചെയ്യാണ്. ചാർജിന്റെ മൂവ്മെന്റ്, ഫ്ലോ ഓഫ് ചാർജ്, കറണ്ടിന്റെ ഫ്ലോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യും. എവിടെ നമ്മൾ പഠിച്ചു? കഴിഞ്ഞ ചാപ്റ്ററിൽ ഫ്ലോ ഓഫ് ചാർജ് ക്യാൻ പ്രൊഡ്യൂസസ് മാഗ്നറ്റിസം. അപ്പൊ എർത്ത് എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റ് ആയിട്ട് ആക്ട്. അപ്പൊ ഒന്നാമത്തെ തിയറി എന്ത് പറഞ്ഞു നമ്മൾ? എവറി മെറ്റീരിയൽ ഇൻ ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. when earth rotates, charged particles also rotates
results in the magnetization of earth. ഒന്നും കൂടി പറയാം തിയറി. Every material in the earth is made up of charged particle. When earth rotates, charged particles also rotates, results in the magnetization of earth. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് Earth's atmosphere contains gas in the form of charged ions. അതായത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ദെൻ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസ് ഉണ്ട് ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. നിങ്ങൾ അറ്റ്മോസ്ഫിയറിനെ 4 ലെയേഴ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ എന്ന് പറയുന്ന 4 ലെയേഴ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ 4 ലെയേഴ്സിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് അയണോസ്ഫിയർ അല്ലെങ്കിൽ തെർമോസ്ഫിയർ എന്ന് പറയും. അവിടെയുള്ള ഗ്യാസുകളൊക്കെ ഏത് ഫോമിലാണ്? അയോൺസ് ആയിട്ടാണ്. ഓക്കെ, അതാ പറഞ്ഞത് എർത്ത് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഗ്യാസ് ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. ചാർജ്ഡ് അയോൺസ് ആയിട്ടാണ് എന്തുണ്ടാവുക? അറ്റ്മോസ്ഫിയറിലുള്ള ഔട്ടർ മോസ്റ്റ്. വെൻ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റേഷൻ കൊണ്ട് എന്ത് റൊട്ടേറ്റ് ചെയ്യും? ഈ അറ്റ്മോസ്ഫിയറും കൂടി റൊട്ടേറ്റ് ചെയ്യും. ദെൻ അറ്റ്മോസ്ഫിയർ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് അയോൺസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ചാർജ്ഡ് അയോൺസിന്റെ മൂവ്മെന്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ചാർജ്ഡ് അയോൺസ് മൂവ് ചെയ്താൽ ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസസ് കറന്റ്, കറന്റ് ക്യാൻ പ്രൊഡ്യൂസസ് മാഗ്നറ്റിസം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒന്നും കൂടി രണ്ടാമത്തെ തിയറി പറയാം. എവറി മെറ്റീരിയൽ, ഒന്നാമത്തെ തിയറി എന്തായിരുന്നു? എവറി മെറ്റീരിയൽ ഇൻ ദ എർത്ത് ഈസ് മേഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. വെൻ എർത്ത് റൊട്ടേറ്റ്സ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓൾസോ റൊട്ടേറ്റ്സ്, റിസൾട്ട്സ് ഇൻ ദ മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത്. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് എർത്ത്സ് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഗ്യാസ് ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. When earth rotates, charged ions also rotates, results in the magnetization of earth. മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത് earth's core contains നിക്കൽ ആൻഡ് അയൺ. ഇവിടെ അയൺ എന്ന് പറയുന്നത് ഇരുമ്പാണ്, മറ്റവിടുത്തെ അയോൺ ആയിരുന്നു. ഏതിൽ? അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസ് അയോൺ ഫോമിലാണ് എന്നാ പറഞ്ഞത്, അയോൺസ് ആയിട്ട്. ദെൻ ചാർജ്ഡ് അയോൺ. ഇവിടെ അയൺ എന്ന് പറയുന്നത് ഏതാണ്? നിക്കൽ ആൻഡ് അയൺ, മെറ്റൽ ഫോം ആണ്. സോ എർത്ത്സ് കോർ കണ്ടെയ്ൻസ്, ഇന്നർ ലെയർ ആണ് കോർ എന്ന് പറയുന്നത്. ദെൻ എർത്ത്സ് കോർ കണ്ടെയ്ൻസ് നിക്കൽ ആൻഡ് അയൺ ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. ഏത് ഫോമിലാണ് അവിടെ നിക്കലും അയണും ഉണ്ടാവുന്നത്? ചാർജ്ഡ് അയോൺസ് ആയിട്ടാണ്. ചാർജ്ഡ് അയോൺസ് ആയിട്ടാണ്. വെൻ എർത്ത് റൊട്ടേറ്റ്സ്, അതിനുള്ള റീസൺ എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എർത്തിന്റെ ഇന്നർ കോർ ആണ്, ഇന്നർ ലെയർ ആണ്. അവിടെ മാഗ്മ ടെമ്പറേച്ചർ കൂടുതലാണ്. സോ അവിടെ മെറ്റൽസ് ഒക്കെ ഏത് ഫോമിലായിരിക്കും? അയോൺ ഫോമിലായിരിക്കും, അയോൺസ് ആയിട്ടാണ്. അപ്പൊ നിക്കലും അയണും അയോൺസ് ആയിട്ടാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ എന്താ പറഞ്ഞത്? എർത്ത്സ് കോർ കണ്ടെയ്ൻസ് നിക്കൽ ആൻഡ് അയൺ ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. വെൻ എർത്ത് റൊട്ടേറ്റ്സ്, ചാർജ്ഡ് അയോൺസ് ഓൾസോ റൊട്ടേറ്റ്സ്. അപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മാഗ്മ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം ചാർജ്ഡ് അയോൺസ് റൊട്ടേറ്റ് ചെയ്യും. ദാറ്റ് ക്യാൻ റിസൾട്ട്സ് മാഗ്നറ്റിസം. അതിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പൊ മൂന്നാമത്തെ തിയറി ഒന്നും കൂടി പറയാം. എർത്ത്സ് കോർ കണ്ടെയ്ൻസ് നിക്കൽ ആൻഡ് അയൺ ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. വെൻ എർത്ത് റൊട്ടേറ്റ്സ്, ചാർജ്ഡ് അയോൺസ് ഓൾസോ റൊട്ടേറ്റ്സ്, റിസൾട്ട്സ് ഇൻ ദ മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത്. അപ്പൊ ഫസ്റ്റത്തെ തിയറി ഒന്നും കൂടി പറയാം. Every material in the earth is made up of charged particles. When earth rotates, charged particles also rotates, results in the magnetization of earth. രണ്ടാമത്തെ തിയറി, എർത്ത്സ് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഗ്യാസ് ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. വെൻ എർത്ത് റൊട്ടേറ്റ്സ്, ചാർജ്ഡ് അയോൺസ് ഓൾസോ റൊട്ടേറ്റ്സ്, റിസൾട്ട്സ് ഇൻ ദ മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത്. മൂന്നാമത്തെ തിയറി പറയുന്നത് എർത്ത്സ് കോർ കണ്ടെയ്ൻസ് നിക്കൽ ആൻഡ് അയൺ in the form of charged ions. When earth rotates, charged ions also rotates, results in the magnetization of earth. അടുത്തത് പറയുന്നത് ഡൈനാമോ ഇഫക്റ്റ് ആണ്. അടുത്തത് പറയുന്നത്
ഡൈനാമോ ഇഫക്റ്റ്. ഡൈനാമോ ഇഫക്റ്റ് എന്താ ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ 3 തിയറീസും എന്താ പറഞ്ഞത്? മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത് ആണ്. എങ്ങനെ മാഗ്നറ്റൈസ് ചെയ്യും എന്നാ പറഞ്ഞത്? ബൈ ദ മൂവ്മെന്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഓർ ചാർജ്ഡ് അയോൺസ്. ഒന്നെങ്കിൽ ചാർജ്ഡ് അയോൺസിന്റെയോ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെയോ മൂവ്മെന്റ് വഴിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? എർത്ത് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. ആ മാഗ്നറ്റൈസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇത് പറയുന്നത് ഡൈനാമോ ഇഫക്റ്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് magnetization of earth by the movement of charged particle or charged ions. Charged particle or charged ions. അപ്പൊ എന്താ ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഡൈനാമോ ഇഫക്റ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത് ബൈ ദ മൂവ്മെന്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓർ ചാർജ്ഡ് അയോൺസ്. ഒന്നും കൂടി പറയാം. ഡൈനാമോ ഇഫക്റ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത് by the movement of charged particles or charged ions. ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ എർത്ത് ആണ്. സോ ഞാൻ ഒരു എർത്ത് കൺസിഡർ ചെയ്തു. ഇതാണ് എർത്ത് എന്ന് പറയുന്നത്. ഈ എർത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എർത്ത് റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. അതായത് ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ 24 മണിക്കൂർ കൊണ്ട് കറങ്ങും എന്ന് നിങ്ങൾ പഠിച്ചതാണ്. ആ ഇറ്റ്സ് ഓൺ ആക്സിസിന് പറയുന്ന പേരാണ് ജിയോഗ്രഫിക് ആക്സിസ് എന്ന് പറയും. സോ ജിയോഗ്രഫിക് ആക്സിസ് എന്ന് പറയുന്നത് എർത്ത് റൊട്ടേറ്റ്സ് ഇറ്റ്സ് ഓൺ ആക്സിസ്. That axis is called geographic axis. അതിൻ്റെ ലോവർ സൈഡിൽ ജിയോഗ്രഫിക് സൗത്തും അപ്പർ സൈഡിൽ ജിയോഗ്രഫിക് നോർത്തുമാണ്. അപ്പോൾ ഒരു ആക്സിസ് നമ്മൾ പറഞ്ഞു. ദെൻ ജിയോഗ്രഫിക് ആക്സിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എർത്തിൻ്റെ ഉള്ളിൽ ഒരു ഇമാജിനറി ബാർ മാഗ്നറ്റ് ഉണ്ട്. ഇമാജിനറി ആണ്. ദെൻ ഇമാജിനറി ബാർ മാഗ്നറ്റ് ഉണ്ട്. ആ ഇമാജിനറി ബാർ മാഗ്നറ്റിന്റെ അപ്പർ സൈഡിൽ സൗത്തും ലോവർ സൈഡിൽ നോർത്തുമാണ്. ഏകദേശം കാനഡയൊക്കെ നിൽക്കുന്ന ഭാഗത്താണ് ഏത് സൗത്ത് പൊളാരിറ്റിയും, ഏകദേശം ഓസ്ട്രേലിയ ഒക്കെ നിൽക്കുന്ന ഭാഗത്താണ് സൗത്ത് പൊളാരിറ്റിയും വരുന്നത്. ഈ ഒരു ബാർ മാഗ്നറ്റ് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ആക്സിസ് ഉണ്ടായിരിക്കും. ആ ആക്സിസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത്. ആ ആക്സിസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത്. ഈ മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്തിന്റെ അപ്പർ സൈഡിൽ മാഗ്നറ്റിക് നോർത്തും ലോവർ സൈഡിൽ മാഗ്നറ്റിക് സൗത്തും ആണ്. സോ അപ്പർ സൈഡിൽ, അതായത് ഈ ഒരു പോയിന്റ് ആണ് മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റ് ആണ് മാഗ്നറ്റിക് സൗത്ത് എന്ന് പറയുന്നത്. ഈ 2 ആക്സിസ് പഠിച്ചു. അപ്പോൾ നമ്മൾ ഏതൊക്കെയാ 2 ആക്സിസ്? മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്തും ജിയോഗ്രഫിക് ആക്സിസും. ഈ 2 ആക്സിസുകൾ തമ്മിലുള്ള ആംഗിൾ ഒരിക്കലും ചേഞ്ച് ചെയ്യൂല. അത് 11.3 ഡിഗ്രിയാണ്. ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്തും തമ്മിലുള്ള ആംഗിൾ ഒരിക്കലും ചേഞ്ച് ചെയ്യൂല. അത് എത്രയാണ്? 11.3 ഡിഗ്രിയാണ്. അപ്പൊ 2 ആക്സിസ് പറഞ്ഞു, ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്തും. അപ്പൊ സ്വാഭാവികമായിട്ടും എർത്തിന് ചുറ്റും എർത്തിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ എർത്തിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞതാ എർത്തിന് ചുറ്റും
ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റ് ഉണ്ടായിരിക്കും. ദെൻ അത് ഉള്ളിലൂടെ പാസ് ചെയ്യുകയും ചെയ്യട്ടെ. നമ്മൾ പഠിച്ചതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിച്ചതാണ്. തൽക്കാലം ഞാൻ പുറത്തൂടെ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. സോ 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാത്രം. അത് മാത്രമല്ല, ഇഷ്ടംപോലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും കേട്ടോ. സോ ദെൻ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ജിയോഗ്രഫിക് ആക്സിസ് ഓഫ് എർത്ത് ഇവിടെ ഉണ്ട്, മറന്നു പോകരുത്. ഓക്കെ, ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? നോർത്ത് ടു സൗത്ത് ആണ്. ഇവിടെയാണ് മാഗ്നറ്റിന്റെ നോർത്ത് എന്ന് പറഞ്ഞിരുന്നു, ഇവിടെയാണ് മാഗ്നറ്റിന്റെ സൗത്ത് എന്ന് പറഞ്ഞിരുന്നു. സോ നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ 2 ആക്സിസ് പറഞ്ഞു. ദെൻ എർത്തിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡും ലൈൻസും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ വെക്കുക. മാഗ്നറ്റിക് നീഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മാഗ്നറ്റിക് നീഡിൽ എന്ന് വിചാരിച്ചു. ഈ മാഗ്നറ്റിക് നീഡിലിന് 2 പൊളാരിറ്റി ഉണ്ടായിരിക്കും. സൗത്ത് പൊളാരിറ്റി ഉണ്ടായിരിക്കും, നോർത്ത് പൊളാരിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് പൊളാരിറ്റി ആയിരിക്കും ഈ ഡിറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുക. കാരണം എന്താ? ഇവിടെ മാഗ്നറ്റിൻ്റെ സൗത്ത് ആണ്, അതുകൊണ്ട് ഓപ്പോസിറ്റ് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുക. സോ നോർത്ത് പൊളാരിറ്റി ആണ് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ. സോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ആക്സിസ് ഉണ്ടായിരിക്കും. ഈ ഒരു പോയിന്റിലാണ് കേട്ടോ ഇത്. ഇവിടെ ആവുമ്പോൾ വേറെ ആക്സിസ് ആയിരിക്കും, ഇവിടെ ആയിരിക്കുമ്പോൾ വേറൊരു ആക്സിസ് ആയിരിക്കും, ഇവിടെ ആയിരിക്കുമ്പോൾ വേറൊരു ഓരോ പോയിന്റിലും ആക്സിസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ഒരു ആക്സിസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത്. മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത് എന്ന് പറയും. അപ്പൊ 3 ആക്സിസ് പഠിച്ചു നമ്മൾ. ഏതൊക്കെയാ 3 ആക്സിസ്? ജിയോഗ്രഫിക് ആക്സിസ്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ ആണ്. മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ. 3 എണ്ണം. മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പൊ 3 ആക്സിസ്. അതിൽ മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്തും ജിയോഗ്രഫിക് ആക്സിസും തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യൂല. അതെപ്പോഴും 11.3 ഡിഗ്രിയാണ്. എന്നാൽ ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയലും തമ്മിലുള്ള ആംഗിള് ഓരോ സ്ഥലത്തും ചേഞ്ച് ചെയ്യും. കാരണം ഇവിടെയുള്ള ആക്സിസ് ആവില്ല, ഇവിടെ ആവുമ്പോൾ ഓരോ ആക്സിസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിളും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ 2 കാര്യങ്ങൾ, 3 ആക്സിസ് പറഞ്ഞു നമ്മൾ. ജിയോഗ്രഫിക് ആക്സിസ്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ. ഇതിൽ 2 എണ്ണം തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യൂല. ഏതൊക്കെ 2 എണ്ണമാണ്? ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത് 11.3 ഡിഗ്രി. ഏതൊക്കെ തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യും? ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയലും. ദെൻ അപ്പർ സൈഡിലാണ് സൗത്ത്, ലോവർ സൈഡിലാണ് നോർത്ത്. ദെൻ ഇത് കൃത്യമായിട്ട് വരയാനെങ്കിലും ഓർത്തു വെക്കണം. നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ സെക്കൻഡ് ടേമിന് എക്സാമിന് ചോദിച്ചിരുന്നു ഇത് വരയാൻ. പബ്ലിക് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ടെറസ്ട്രിയൽ മാഗ്നറ്റിസം പറഞ്ഞു. എന്താ ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? Is a branch of physics which deals with the magnetization of earth and its behavioral property. Next നമ്മൾ എന്ത് പറഞ്ഞു? Magnetic field strength at the surface of earth is 0.35 Gauss or 0.35 into 10 raised to minus 4 Tesla. അടുത്ത theories of magnetization of earth ആ പറഞ്ഞത്. എന്താ theories of first theory എന്തായിരുന്നു? theories of magnetization of earth ല് every material in the earth is made up of charged particles. When earth rotates, charged particles also rotates, results in the magnetization of earth. രണ്ടാമത്തെ എന്ത് പറഞ്ഞു നമ്മൾ? Earth's atmosphere contains gas in the form of charged ions. When earth rotates, charged ions also rotates, results in the magnetization of earth. മൂന്നാമത്തെ നമ്മൾ എന്ത് പറഞ്ഞു? Earth's core contains nickel and iron in the form of charged ions.
when earth rotates, charged ions also rotates, results in the magnetization of earth. അടുത്ത നമ്മൾ ഡൈനാമോ ഇഫക്റ്റ് പറഞ്ഞു. എന്തായിരുന്നു ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് magnetization of earth by the movement of charged particles or charged ions. എന്നിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ എർത്ത് നമ്മൾ വരഞ്ഞു. അതിനുവേണ്ടി 3 ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്തു. ജിയോഗ്രഫിക് ആക്സിസ്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ. രണ്ടെണ്ണം തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യൂല. ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്തും ഏതൊക്കെ തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യും? ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയലും തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ കഴിഞ്ഞതിൽ ടെറസ്ട്രിയൽ മാഗ്നറ്റിസവുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ് പറഞ്ഞത്. അതിന്റെ ഫിഗർ അവിടെ തന്നെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് ആണ്. എന്നാൽ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് ഈസ് ദ physical quantities which gives both magnitude and direction of Earth's magnetic field at that place. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള, ഇപ്പൊ എർത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമ്മളുടെ താമസിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രയാണ്? നമ്മൾ പറഞ്ഞു ദാറ്റ് വേരി ഫ്രം 0.24 ഗോസ് ടു 0.64 ഗോസ്. എ കറക്റ്റ് വാല്യൂ എത്രയാണ് ദെൻ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള അതിന്റെ ഡിറക്ഷൻ എങ്ങോട്ടാണ്? നമ്മൾ പറഞ്ഞു നോർത്ത് ടു സൗത്ത് ആണ്, അതായത് ലോവർ സൈഡ് ടു അപ്പർ സൈഡ് ആണ്. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ എങ്ങോട്ടാണ്, എവിടെ നിന്ന് എങ്ങോട്ടാണ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് ഇത് പറയുന്നത് മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്? മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് ആർ ദ physical quantities which gives both magnitude and direction of Earth's magnetic field at that place. എന്താ ഒന്നും കൂടി പറയാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഗിവ്സ് both magnitude and direction of Earth's magnetic field at that place. ആ ഒരു പ്ലേസിലുള്ള, അതായത് നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്തുള്ള എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും കാണാനുള്ള ക്വാണ്ടിറ്റീസിനെയാണെന്ന് പറയുന്നത് മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ആണ്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ജിയോഗ്രഫിക് ആക്സിസ് ആൻഡ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2 ആക്സിസുകൾ തമ്മിലുള്ള ആംഗിൾ എന്ത് ചെയ്യും? ഓരോ സ്ഥലത്തും ചേഞ്ച് ചെയ്യും. ഏതാ ചേഞ്ച് ചെയ്യുന്ന 2 ആക്സിസ് എന്ന് പറയുന്നത്? ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയലും. ആ 2 എണ്ണം തമ്മിലുള്ള ആംഗിളിനെയാണെന്ന് പറയുന്നത്. സോ ആംഗിൾ ബിറ്റ്വീൻ geographic axis and magnetic axis of the material. അപ്പൊ എന്താ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ജിയോഗ്രഫിക് ആക്സിസ് ആൻഡ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ. അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ കൂടിയുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ജിയോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ.
എന്താ ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്? മെറിഡിയൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ പ്ലെയിനാണ് എന്ന് പറയാം മെറിഡിയൻ. അതായത് ജിയോഗ്രഫിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക് ആക്സിസ് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലെയിൻ. ഇപ്പം ഇതാണ് ജിയോഗ്രഫിക് ആക്സിസ് എങ്കിൽ ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. ഈ ഒരു പ്ലെയിൻ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആക്സിസ് ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ ആ പ്ലെയിനാണ് ഇത് പറയുന്നത്. ഇത് ജിയോഗ്രഫിക് ആക്സിസ് ആണെങ്കിൽ ഈ പ്ലെയിന് പറയുന്ന പേരാണ് ജിയോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ജോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിൾ തന്നെയായിരിക്കും ജോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസും തമ്മിലുള്ള ആംഗിൾ. ഒന്ന് പ്ലെയിൻ ആണ്, ഒന്ന് എന്താണ്, ഒരു ലൈൻ ആണ്. രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ geographic axis and magnetic axis of the material. Then രണ്ടാമത്തെ ഡെഫിനിഷൻ പറഞ്ഞു ആംഗിൾ ബിറ്റ്വീൻ geographic meridian and magnetic meridian. Then isogonic places എന്ന് പറഞ്ഞാൽ isogonic places are the places having same magnetic declination. Then എന്താ പറഞ്ഞത്? ഐസോഗോണിക് പ്ലേസസ് എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഉള്ള പ്ലെയിനുകളെ തമ്മിൽ പ്ലേസസിനെയാണ് എന്ന് പറയുന്നത് ഐസോഗോണിക് പ്ലേസസ് എന്ന് പറയുന്നത്. ഐസോഗോണിക് ലൈൻ എന്ന് പറയുന്നത് ഐസോഗോണിക് ലൈൻ ഈസ് ദ ലൈൻ that connect the places with the same magnetic declination. Line that connects isogonic line എന്ന് പറഞ്ഞാൽ എന്താണ്? That line that connect same places with same magnetic declination. എന്താ ഒന്നും കൂടി പറയാം. Isogonic lines are the lines which connects places with same magnetic declination. Isogonic places എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഉള്ള പ്ലേസസിനെയാണെന്ന് പറയുന്നത് ഐസോഗോണിക് പ്ലേസസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്? മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് ആർ ദ physical quantities which gives both magnitude and direction of Earth's magnetic field at that place. Then അതിൽ ഒന്നാമത്തേതാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. എന്താ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ geographic axis and magnetic axis of the material. രണ്ടാമത്തേത് ആംഗിൾ ബിറ്റ്വീൻ geographic meridian and magnetic meridian. എന്താ ഐസോഗോണിക് പ്ലേസസ് എന്ന് പറഞ്ഞാൽ പ്ലേസസ് വിത്ത് സെയിം മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഓക്കെ ആണല്ലോ. മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്തില് രണ്ടാമത്തെ പാർട്ടാണ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. എന്താ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഓർ ഡിപ്പ് എന്ന് പറയും. മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ് എന്ന് പറയും. എന്താ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്? അതാദ്യം ഡെഫിനിഷൻ പറയാം. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ resultant Earth's magnetic field and its horizontal component ഓക്കെ. അപ്പൊ എന്താ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ resultant Earth's magnetic field and its horizontal component. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. ഈ ഒരു പോയിന്റ് ടാൻജന്റ് വരഞ്ഞാലാണല്ലോ അവിടുത്തെ റിസൾട്ടന്റ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കിട്ടുക. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിരുന്നു. ടാൻജന്റ് ടു എനി പോയിന്റ് ഗിവ്സ് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഞാൻ ടാൻജന്റ് വരഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള റിസൾട്ടന്റ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഈ ഒരു പോയിന്റിൽ, ഓരോ പോയിന്റിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ ഒരു പോയിന്റിൽ വരഞ്ഞു എന്ന് മാത്രം. ഇവിടെയുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതാ. ദെൻ ഇത് റിസൾട്ടന്റ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്.
ഇവിടെ ഉള്ളത് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ 3 പറഞ്ഞു ഞാൻ. ഓരോ പോയിന്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇവിടെയാണെങ്കിലോ ഇതാണ് റിസൾട്ടന്റ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് RE എന്ന് പറയുന്നത്. അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതാണ് HE എന്ന് പറയുന്നത്. ഓക്കെ, HE എന്ന് പറയുന്നത് ഓരോ പ്ലേസിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ എന്താണ് REയും HEയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, അത് നാം പിന്നെ പറയാം. സോ അപ്പോൾ ഓരോ പോയിന്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതാണ് RE എന്ന് പറയുന്നത്. ഈ റിസൾട്ടന്റ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടൽ കമ്പോണന്റുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടന്റ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. എർത്തിന് ഹൊറിസോണ്ടൽ ആയിട്ടാട്ടോ, എർത്തിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അതാണ് ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ടാണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എപ്പോഴും ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ടാണ് വരിക. ഓക്കെ, ഏതൊരു പോയിന്റിലും. ദെൻ അതും റിസൾട്ടന്റ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ resultant earth's magnetic field and its horizontal component. Resultant earth's magnetic field and its horizontal component. ഇതിൽ നിന്നും നമുക്ക് HE എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിനെ RE cos θ റിസോൾവ് ചെയ്യുന്നത് നിങ്ങൾ +1 പഠിച്ചിട്ടില്ലേ? RE cos θ എന്നും വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിനെ RE sin θ എന്ന് രണ്ടായിട്ട് എഴുതാം. എന്തൊക്കെയാണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിനെ RE sin cos θ എന്നും വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിനെ RE sin θ എന്ന് എഴുതാം. അപ്പൊ എന്താ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ resultant earth's magnetic field and its horizontal component. Resultant earth's magnetic field and its horizontal component. Then അവിടെ HE എന്ന് പറയുന്നത് horizontal component of earth's magnetic field and that is equal to RE cos θ. VE എന്ന് പറയുന്നത് RE sin θ. ഈ ഒരു പിക്ചർ രണ്ടാമത്തെ പിക്ചർ വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു dip at the pole is 90 degree. Dip at the pole is 90 degree. Dip at the equator is 0 degree. Dip at the pole is 90 degree. Dip at the equator is 0 degree. അപ്പോൾ 2 പോയിന്റ്സ് നിർബന്ധമായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Dip at the pole is 90 degree. Dip at the equator is 0 degree. അടുത്തത് പറയുന്നത് isoclinic places. എന്താ isoclinic places എന്ന് പറഞ്ഞാൽ? places with same magnetic inclination or dip. എന്താ ഒന്നും കൂടി പറയാം? isoclinic places are the places with same dip ഉള്ള പ്ലേസസിനെയാണെന്ന് പറയുന്നത് ഐസോക്ലിനിക്. അപ്പൊ ഐസോക്ലിനിക് ലൈൻ എന്തായിരിക്കും? ഐസോക്ലിനിക് ലൈൻ ഈസ് ദ ലൈൻ ജോയിനിങ് പ്ലേസസ് വിത്ത് സെയിം ഡിപ്പുള്ള പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈനെയാണെന്ന് പറയുന്നത് ഐസോക്ലിനിക് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, മൂന്നാമത്തെ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തത് നമ്മൾ പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു. അത് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി പറയാം. കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് in horizontal direction. Component of Earth's magnetic field
in horizontal direction. എന്തൊന്നും കൂടി പറയാം, component of Earth's magnetic field in horizontal direction. കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, HE is equal to RE cos theta. HE is equal to RE cos theta. HE is equal to RE cos theta. ഈ പിക്ചറിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ എഴുതാം. ഏതൊക്കെയാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ resultant Earth's magnetic field, magnitude of the resultant Earth's magnetic field, magnitude of the resultant Earth's magnetic field, RE is equal to root of HE square plus VE square. Magnitude of the resultant Earth's magnetic field എന്താ വരിക? RE is equal to root of HE square plus VE square. Then രണ്ടാമത്തേത് direction of Earth's magnetic field, direction of resultant Earth's magnetic field, resultant Earth's magnetic field theta is equal to tan inverse VE divided by HE. Tan inverse VE, vertical component of Earth's magnetic field divided by horizontal component of Earth's magnetic field. Theta is equal to tan inverse VE divided by HE. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ? ആദ്യം മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് പറഞ്ഞു. എന്താ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത്? മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് which gives both magnitude and direction of Earth's magnetic field at that place. മൂന്നെണ്ണമാണ് മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത്. അതിൽ ഒന്നാമത്തേത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, രണ്ടാമത്തേത് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ, മൂന്നാമത്തേത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എന്താ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ geographic axis and magnetic axis of the material. അല്ലെങ്കിൽ രണ്ടാമതൊരു ഡെഫിനിഷൻ പറഞ്ഞു, it is the angle between geographic meridian and magnetic meridian. അടുത്ത് നമ്മൾ ഐസോഗോണിക് പ്ലേസസ് പറഞ്ഞു. എന്താ ഐസോഗോണിക് പ്ലേസസ്? ആർ ദ പ്ലേസസ് വിത്ത് സെയിം മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. അടുത്ത് നമ്മൾ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ പറഞ്ഞു. രണ്ടാമത്തെ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത്. മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ geographic is the angle between resultant Earth's magnetic field and its horizontal component. Dip at the pole എന്ന് പറയുന്നത് 90 ഡിഗ്രിയും dip at the equator എന്ന് പറയുന്നത് 0 ഡിഗ്രിയുമാണ്. Then അടുത്തത് horizontal component of Earth's magnetic field. എന്താ horizontal component of Earth's magnetic field? HE is equal to RE cos theta. Vertical component of Earth's magnetic field VE is equal to RE sin theta. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ട്. NCERT ടെക്സ്റ്റിന്റെ ബാക്കിൽ ചെയ്ത് നോക്കണം, എക്സാമിന് ചോദിക്കാം. സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമുക്ക് VE തന്നിട്ട് RE കാണാനോ അല്ലെങ്കിൽ RE തന്നിട്ട് VE കാണാനോ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയുള്ളൂ. Then അടുത്തത് magnitude of the resultant Earth's magnetic field, RE is equal to root of HE square plus VE square. HE എന്ന് പറയുന്ന horizontal component of Earth's magnetic field, VE എന്ന് പറയുന്നത് vertical component of Earth's magnetic field ആണ്. Then direction of resultant Earth's magnetic field, theta is equal to tan inverse VE divided by HE.